ഇല്ല, നിങ്ങൾ പറയുന്ന ദേവസ്വം ബോർഡിന് കുറ്റക്കാരായി വന്നു കഴിഞ്ഞിട്ടില്ല നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന കാര്യം. ഇപ്പോഴേ കയറി മുൻവിധിയോടുകൂടി പ്രതിയാണെന്ന് പറയണ്ട. ഇല്ല, അത് വരട്ടെ, അതല്ല അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. ഇപ്പം അന്വേഷണം ആരംഭിച്ചില്ലേ ഉള്ളൂ. നിങ്ങൾ SIT FIR രജിസ്റ്റർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോഴാണ് ഇതിലേതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബോർഡിനോ മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ അത് വരട്ടെ. വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ അപ്പം നിയമാനുസൃതമായ നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതി എടുക്കുന്ന നിലപാടിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് ഗവൺമെൻറ് ഈ കാര്യത്തിൽ നേരത്തെ തന്നെ അഭിപ്രായം കോടതിയിൽ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് സർക്കാരിനാകട്ടെ ദേവസ്വം ബോർഡിനാകട്ടെ ദേവസ്വം വകുപ്പിനാകട്ടെ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? 2019 സംഭവിച്ചത് അന്വേഷണം വരട്ടെ. പക്ഷെ 2019 ആരും അറിയാതെ അവിടുന്ന് ആ ആള് കൊണ്ടുപോയി വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ല, 2019 കൊണ്ടുപോയ വിഷയത്തെക്കുറിച്ചല്ലേ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിൽ റിപ്പോർട്ടിൽ ഇപ്പോൾ വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിനകത്ത് നടത്തി കേട്ട പരാമർശം ദേവസ്വം ബോർഡ് തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രോപ്പറായി തന്നെ കൊണ്ടുപോകണമെന്ന്. അത് നടപ്പാക്കുന്ന രംഗത്താണ് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച സംഭവിച്ചെന്ന് കണ്ടെത്തുന്നത്. അങ്ങനെയല്ല, ആ നടപ്പാക്കിയ രംഗത്ത് പിന്നെ ബോർഡ് പ്രോപ്പറായിട്ട് തീരുമാനം എടുത്തിരിക്കുന്നതിൽ ബോർഡിന് ഈ കാര്യത്തിൽ ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ വന്ന റിപ്പോർട്ടിനകത്ത് പരാമർശം ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം മുൻവിധിയോടുകൂടി ഒരു കുറ്റക്കാരാണെന്ന് കാണേണ്ട കാര്യമുണ്ടോ? അല്ല, അത് എന്താണെന്ന് പറയട്ടെ, അത് അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു പറയാം. നിശ്ചയമായും സംശയമൊന്നുമില്ല. ഈ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ ഈ ഒരു വാചകം പൂർണ്ണമായി ശരിയാണ്. ഇത് യഥാർത്ഥത്തിൽ സ്വർണ്ണം അടിച്ചു മാറ്റുന്ന കൊള്ളയാണ്, മോഷണമാണ്. അതിനൊരിക്കലും നമുക്ക് ന്യായീകരണമില്ല. അതിൽ വീഴ്ചയെന്ന് മാത്രമല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ക്രൈം നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അന്വേഷണം ഇല്ല. ഈ ക്രൈം നടന്നിരിക്കുന്ന നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ വന്നപ്പോൾ ഇല്ല, നമുക്ക് കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് വെളിവരട്ടെ. അങ്ങനെയല്ല ഇതിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതുകൊണ്ടല്ലേ SIT വെക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, കോടതിക്ക് വിശ്വാസമുള്ള ഒരു ടീമിനെ കോടതി വെച്ചിരിക്കുന്നു. ആ കോടതി ഇപ്പോൾ വെല്ലുവിളിക്കേണ്ടതുണ്ടോ? ആ വിശ്വാസത്തെ നമ്മൾ ഹരിക്കണം. ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള ഒരു മന്ത്രി പറയുവാണ് ശബരിമലയിൽ വലിയ സ്വർണ്ണ കൊള്ള നടന്നിട്ടുണ്ടെന്ന്. ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല, ദേവസ്വം ബോർഡിലെ കുറച്ച് ഉദ്യോഗസ്ഥര് മാത്രം ഇടപെട്ടാണ് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറയുന്ന നിങ്ങൾ വീണ്ടും വസ്തുതയ്ക്ക് വിരുദ്ധമായി വർത്താനം പറയുന്നു. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇത് സ്വർണം നഷ്ടപ്പെടേണ്ട സ്വർണം അടിച്ചു മാറ്റിയെന്ന് തന്നെയല്ലേ പറഞ്ഞത്. അത് ഞാൻ കൊള്ളയെന്ന് പറഞ്ഞത്. അത് ചെയ്യാൻ പാടില്ല. ആരാണ് കൊണ്ടുപോയതെങ്കിലും അവരെ കണ്ടുപിടിക്കണമെന്നല്ലേ നമ്മുടെ കാര്യം. നിശ്ചയമായും ഏതെങ്കിലും ദേവസ്വം അല്ല ഇത് കണ്ടെത്തിയത്. നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ, കോടതി നമ്മുടെ ദേവസ്വം ബോർഡിന്റെ വിജിലൻസാണ് ആദ്യം ഇത് കണ്ടെത്തിയത്, ഈ സാധനം പിടിച്ചെടുത്തത്. കോടതിയെ അറിയിക്കാതെ വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കോടതി ഇടപെടുകയും സ്വമേധയാ കേസെടുക്കുകയും ചെയ്തത്. അങ്ങനെയല്ല. ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഇപ്പോഴത്തെ ബോർഡ് ചെയ്ത പ്രവർത്തനത്തെ സംബന്ധിച്ചും തിരുവാഭരണ കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച് ഒരു പരാതി റൈസ് ചെയ്യുന്നത്. ആ പരാതിയെ സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ കോടതി മുമ്പാകെ ഇപ്പോൾ കൊണ്ടുപോയത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഇപ്പോഴത്തെ ബോർഡ് വിശദീകരിച്ചു. അത് കൃത്യമായി ക്യാമറയിൽ പകർത്തി തിരുവാഭരണ കമ്മീഷണറെ, അവിടുത്തെ ഇത് കൊണ്ടുപോകേണ്ട കമ്മീഷണർ, അതുപോലെ സെക്യൂരിറ്റി ഓഫീസർ, അവിടുത്തെ സെക്രട്ടറി, വിജിലൻസ് ഓഫീസർ, അതുപോലെ ബന്ധപ്പെട്ട ശാന്തി, ഇവരുടെ എല്ലാ സാന്നിധ്യത്തിൽ അളന്ന് തിട്ടപ്പെടുത്തി തൂക്കി അവരുടെ പോലീസ് അകമ്പടിയോടെ, യൂണിഫോം ധാരികളായി സെക്യൂരിറ്റി അകമ്പടിയോടെ അവരുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോയി. അതിനകത്ത് ഈ സ്പോൺസറോ മറ്റാരെയും കയറ്റിയില്ല. അയാൾ വാറണ്ടിക്കാരനായതുകൊണ്ട് അയാൾ ചെന്നൈയിൽ വരാൻ മാത്രമാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് പ്രോപ്പറായി അത് ചെയ്യേണ്ടത്. ഇത് മുഴുവൻ ക്യാമറയിൽ പകർത്തിയിരുന്നുകൊണ്ട് തന്നെ കോടതി അത് വരുത്തി പരിശോധിച്ചപ്പോൾ ഇപ്പം ചെയ്തതെല്ലാം ശരിയാണ് എന്ന് അംഗീകരിച്ചു. അതേസമയത്ത് 2019 ഈ കാര്യത്തെ സംബന്ധിച്ചോളം അന്ന് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ അങ്ങനെയല്ല കൊണ്ടുപോയെന്നല്ലേ ഇപ്പോൾ ഈ വിജിലൻസ് റിപ്പോർട്ടിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബോർഡ് തീരുമാനിച്ചെങ്കിലും അങ്ങനെ ചെയ്യാതെ പോയ ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണെന്നോ അത് കണ്ടെത്തും. ഒപ്പം അതിനപ്പുറത്ത് ആർക്കെങ്കിലും അതിനകത്ത് ബന്ധമോ ഉത്തരവാദിത്വമോ ഉണ്ടെങ്കിൽ അവരും നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ വരണം. ആരെയും വെറുതെ വിടാൻ പാടില്ല.